സർവ്വതും പിടിച്ചടക്കണം. പഴയ രാജകീയ ജീവിതത്തിലേക്ക് തിരികെ വരണം എനിക്ക്. ഈ കുടുംബത്തിലെ സർവ്വ ആൾക്കാരും എന്റെ കാൽ ചുവട്ടിൽ എന്റെ ചൊൽപ്പടിക്ക് എന്റെ വാക്കനുസരിച്ച് ജീവിക്കണം. എന്റെ മുഖത്തിന്റെ നേർക്ക് ഒരു ചൂണ്ടുവിരൽ പോയിട്ട് ഒരു നോട്ടമെറിയാൻ പോലും ധൈര്യമുണ്ടാവരുതൊരാൾക്കും. അടിമകളെ പോലെ അടിച്ചമർത്തി ഈശ്വരമംഗലത്തെ ഭരിക്കണം എനിക്ക്. അനുഭവിച്ചതിന് മുഴുവൻ പകരം വീട്ടിയെ അടങ്ങൂ ഞാൻ. അതിന് ദൈവമായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന ഒരവസരമാണിത്. ഇത് നഷ്ടപ്പെടുത്തിയ ദൈവം പോലും എന്നോട് ചോദിക്കും, വസുന്ധരെ നീ ഇത്ര വിഡ്ഢിയായി പോയല്ലോ. ഇങ്ങനെ ഒരു ചിന്തയും മനസ്സിൽ വെച്ചുകൊണ്ടാണോ വസുന്ധരെ നീ ഇത്രയും കാലം ഈ വീട്ടിൽ ജീവിച്ചത്? അവസരം ഒത്തുവന്നത് ഇപ്പോഴാണെന്ന് മാത്രം. ഇതേ വെറും വാക്കൊന്നുമല്ല. കൃത്യമായി അണുവിട തെറ്റാതെ ഞാനിത് പ്രയോജനപ്പെടുത്തും. വേണമെങ്കിൽ ഏട്ടത്തി ഉൾപ്പെടെ സർവ്വ ആൾക്കാർക്കും അടിമയായി ദാസിപ്പണി ചെയ്ത് ഇവിടെ ജീവിക്കാം. താല്പര്യമില്ലാത്തവർക്ക് ഇറങ്ങാം. നീ പറഞ്ഞില്ലേ കിട്ടിയ അവസരം നീ പ്രയോജനപ്പെടുത്തൂന്ന്? നീ കൊണ്ടു നടന്നു വളർത്തിയ ഗൗതം ഇരുമ്പഴികൾക്കുള്ളിൽ കിടക്കുന്നതാണോ നിനക്ക് കിട്ടിയ അവസരം? എന്താ അതൊരവസരമല്ലേ? വേണമെങ്കിൽ ഏട്ടത്തി ഒന്നുകൂടെ കേട്ടോ. ഞാനിപ്പൊ നേരെ പോകാൻ പോകുന്നത് ഈശ്വരമംഗലം ഗ്രൂപ്പിലേക്കൊന്നും അല്ല, ഒരു വക്കീലിനെ കാണാനും അല്ല. ഇനി ഒരിക്കലും ഗൗതം പുറത്തിറങ്ങാനാവാത്ത വിധം പ്രണവിനെ ഈ കേസിൽ ബലപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിക്കാൻ. പറഞ്ഞതാണ് ഞാൻ, പകയുള്ള പാമ്പിനെ നോവിക്കല്ലേ എന്ന്. തിരിഞ്ഞു കൊത്തും അവസരം കിട്ടുമ്പോ. ഇപ്പൊ ഞാൻ പത്തി വിടർത്തി നിൽക്കുക. എന്നെ തോൽപ്പിച്ച് നിധിയെ തലയിലേറ്റിക്കൊണ്ട് നടന്ന ഏട്ടത്തി തന്നെ ആയിരിക്കും എന്റെ 1-ാം നമ്പർ ശത്രു. എനിക്കറിയാം വസുന്ധരെ, നിന്റെ ഏറ്റവും വലിയ ദേഷ്യം നിധിയെ ഞാൻ സ്നേഹിച്ചു എന്നതാണ്. പക്ഷേ ഇനി ഞാൻ പറയുന്നത് നീ കുറിച്ചു വെച്ചു. ഇനിയും ഒന്നല്ല 1000 ജന്മങ്ങൾ കൂടി നീ മനുഷ്യ സ്ത്രീയായി പിറന്നാലും നിധിയെപ്പോലൊരു പെണ്ണിനെ തോൽപ്പിക്കാനാവില്ല നിനക്ക്. ഇത് വെറും വാക്കല്ല, തെളിവ് കാണണോ നിനക്ക്? വാ, എന്റെ കൂടെ വാ, കാണിച്ചു തരാം. തെളിവോ? എന്ത് തെളിവ്? കണ്ടോ, അത് പറഞ്ഞപ്പോ തന്നെ നീ ഒന്ന് പതറി. തന്റെ ഇടമുണ്ടോ നിനക്കതൊന്ന് വന്ന് കാണാൻ? തന്റെ ഇടത്തിനൊന്നും എനിക്ക് ഒരു കുറവുമില്ല. എന്ത് തെളിവാ ഏട്ടത്തിക്ക് കാണിച്ചു തരാനുള്ളത്? വാ കാണാം. എങ്കിലേ നീ വാ, കാണിച്ചു തരാൻ ഞാൻ. വാ വാ വാ. ഓ, എന്ത് മഹാത്ഭുതമാണാവോ ആ മുറിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ധൈര്യം ഉണ്ടോന്ന് വെല്ലുവിളിക്കുന്നത് എന്നെയാ ഈ വസുന്ധരെ. കാണിച്ചതാ. വാ ഇങ്ങോട്ട് വാ. അതൊന്ന് കണ്ടു നോക്ക. എന്ത്? അതൊന്ന് കണ്ടു നോക്കാൻ. പണി കഴിഞ്ഞിട്ടില്ല, ഇനി ആ പണി തുടങ്ങാൻ പോകുന്നത്. നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാലല്ലേ എന്തെങ്കിലും ചെയ്യൂ. നീയേ ഇവിടെ ഇതിനകത്ത് കിടന്നാ മതി. നിങ്ങൾ കാണിക്കുന്ന വളരെ മോശമാട്ടോ. എന്റെ സ്വഭാവം മാറി പറഞ്ഞേക്കാം. ഓ പിന്നെ ഇനി ഇതിനകത്ത് കിടന്ന് നിന്റെ സ്വഭാവം മാറിയാലേ എനിക്കെന്താ? കൃത്യമായിട്ട് ഭക്ഷണവും വെള്ളവും വസ്ത്രവും പിന്നെ നിനക്ക് എന്തു വേണോ അതെല്ലാം ജനലിൽ കൂടെ ഞാൻ അകത്തേക്ക് തരാം. കേട്ടോ നാത്തൂനെ? മര്യാദക്ക് ഡോർ ഓപ്പൺ ചെയ്യ. തുറക്കാനാ പറഞ്ഞത്.
ഇനി ഗൗതമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ നീ പുറം ലോകം കാണില്ല വസു. അതിനകത്ത് കിടക്ക് നീ. ഏയ്, ഛെ, എടുത്ത് എന്തൊക്കെയാ ഈ കാണിക്കുന്നെ? മര്യാദയ്ക്ക് കഥക് തുറക്കാനാ പറഞ്ഞേ. ദേ, എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. എടുത്ത് കഥക് തുറക്ക്.